എൻ്റെ ഗുരുക്കൾ, എൻ്റെ ലീഡേഴ്സ് ദൈവം കൃപ ചെയ്തു. ഇന്ന് ഇതുവരെ ഞാൻ എവിടെയെങ്കിലും ഈ ടീം മൂലം എത്തിയിട്ടുണ്ട്. എൻ്റെ ആദ്യം വിനയപൂർവ്വമായി നന്ദി എൻ്റെ സർവശക്തി. എൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഈ 69-ാം വയസ്സിലും ഈ നേരത്തിലും ഇത്രയും ലെവലിലേക്ക് കയറുവാൻ സാധിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ മാത്രം. ദൈവത്തിന് നന്ദി. ഇന്ന് ഈ ടീമിനെ പറ്റി രാജേഷ് സാർ മൂലം ആദ്യമായിട്ട് ഞാൻ ക്ലബിൻ്റെ മെമ്പറായിരിക്കുമ്പോൾ അവിടെ ചെന്ന് രാജേഷ് സാറിനെ കണ്ടുമുട്ടാൻ സാധിച്ചു. എന്നെ എൻകറേജ് ചെയ്തു. പക്ഷെ ഞാൻ തട്ടിക്കളഞ്ഞു. എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഞാൻ വേറൊരു ഗ്രൂപ്പ് മൂലം വളരെയധികം ചതിക്കപ്പെട്ടവരാണ്. അതുമൂലം വളരെയധികം സങ്കടപ്പെട്ടു. കാശ് പോയല്ലോ. ഇനിയും ആരെയാണ് വിശ്വസിക്കുന്നത്? മുമ്പോട്ട് പോകണം. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ലീഡറായിരിക്കുന്ന രാജേഷ് സാറും എൻ്റെ ഗുരു രാജൻ സാറും പ്രിയപ്പെട്ട എൻ്റെ ലീഡർ മണിമേഖല മാഡത്തിനെയും വർഗീസ് സാറിനെയും കണ്ടുമുട്ടാൻ ഇടയായി. അവരെ എന്നെ വളരെയധികം എൻകറേജ് ചെയ്തു. ഇത് വിട്ടുമാറില്ല. എനിക്ക് പിന്നീടും മുമ്പോട്ട് പോകണമെന്നുള്ളൊരു വിചാരമായിരുന്നു. ഇത് നടക്കുമോ? ഇത് സത്യമാണോ? അപ്പോൾ രാജേഷ് സാറും രാജൻ സാറും വർഗീസ് സാറും മണിമേഖല മാഡം എന്നെ എൻകറേജ് ചെയ്തു മുമ്പോട്ട് പോകാൻ. ഇന്ന് ദൈവത്തിന് കൃപയാൽ ഈ പ്രോഗ്രാമിൽ ഈ ഒരു മാനേജർ ലെവലിലേക്ക് കടന്നു വരിക ദൈവം കൃപ ചെയ്തു. ഇത് എൻ്റെ കഴിവല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കഴിവ്. എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ മാത്രം. ആ സർവശക്തിൻ്റെ കൃപ മാത്രം. എന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ മാത്രം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങി രാജേഷ് സാറിനെ എൻകറേജ് ചെയ്തു. പ്രോഡക്ട്സ് തന്നു. ഞാൻ എടുത്ത് ഉപയോഗിച്ചു. Without knowing what is the product all about, I didn't want to move forward. അതുപോലെ ഞാൻ കേരളക്കാരനാണ്. അമ്മ കോട്ടയം, അപ്പ തിരുവല്ല. പക്ഷെ ഞാൻ ഈ നാട് കണ്ടിട്ടുള്ളവരല്ല, ഞാൻ ഇവിടെ ജനിച്ചിട്ടുള്ളവരല്ല. എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പേടിയുണ്ട്. എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ കുറച്ച് സംസാരിക്കാൻ എനിക്ക് പേടിയുണ്ട്. ഞാൻ ഇവിടെ വന്നു, നാട്ടിൽ വന്നു, ഇങ്ങനെ ഇടപെടാൻ ചെയ്തു. കാലത്ത് എഴുന്നേറ്റാൽ പ്രോഡക്റ്റുമായിട്ടുണ്ട്. ഐ ഷുഡ് ഗോ ഫ്രം ഡോർ ടു ഡോർ. ഈ വയസ്സിലും പലരും എന്നോട് ചോദിച്ചു, അച്ഛൻ വേറെ പണിയില്ല, അച്ഛൻ ഇത് എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യം, അച്ഛൻ എന്തിനെ വഴി കൂടെ ഡോർ ടു ഡോർ ഇല്ല. ഇറ്റ്സ് എ ചാലഞ്ച് ബിഫോർ മീ. എനിക്കത് വിൽക്കണം. അങ്ങനെ വിറ്റ് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സ്പെഷ്യലി എനിക്ക് ബ്ലഡ് പ്യൂരിഫയറാണ് ഞാൻ കണ്ടത് ഏറ്റവും മൂവ് ചെയ്യുന്നത്. അത് കഴിച്ച് പലരും വീട്ടിലേക്ക് കടന്നു വന്ന് എന്നോട് ചോദിക്കാൻ ഇടയായി. ഇപ്പോഴും വീട്ടിലേക്ക് കയറി വന്നു. ഇപ്പോഴും ഞങ്ങളുടെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇറ്റ്സ് എ ലവ്ലി പ്രോഡക്റ്റ്. അത് ആരോഗ്യത്തിന് എനർജി, നല്ല എനർജി കിട്ടുന്നുണ്ട്. നല്ല റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ സോപ്പുകളും എനിക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഐ ഹാവ് ദ കോൺഫിഡൻസ് ഐ ക്യാൻ ഗോ ഫോർവേഡ്. എൻ്റെ ഗുരുക്കളുടെ സഹായത്തോടുകൂടി ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചു. കൂടുതലായിട്ട് എനിക്ക് പ്രോഡക്റ്റ് നൽകാൻ ഇടയായത് ലേഹ്യം. അത് എനിക്ക് മനസ്സിലായി. ഓരോ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്യുമ്പോഴും മൊബൈലിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ഇന്ന് പ്രോഡക്റ്റ്സ് എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. എന്നെ സഹായിച്ച് എൻ്റെ സഹോദരങ്ങളും ബഹുമാനപ്പെട്ട എൻ്റെ ലീഡേഴ്സിനോട് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട്